ഇന്നത്തെ വചനചിന്ത, താങ്കളുടെ വീഴ്ചയും താഴ്ചയും അറിയുന്ന ദൈവം. ഭക്തനായ യോസേഫിൻ്റെ തകർച്ചയെ കാണുവാൻ ആഗ്രഹിച്ച യോസേഫിൻ്റെ സ്വപ്നത്തെ പൂർത്തീകരിക്കാതിരിക്കുവാൻ യോസേഫിനെ തള്ളിക്കളഞ്ഞ് തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ ഭക്തനായ യോസേഫിനെ ഒരത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, ഒരതിശയകരമാക്കി മാറ്റിയെങ്കിൽ, യോസേഫിൻ്റെ സ്വപ്നത്തെ അവരുടെ മുമ്പിൽ ദൈവം നിവർത്തിച്ചു കാണിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ വീഴ്ചയെ താഴ്ചയെ കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ താങ്കളുടെ സ്വപ്നത്തെ പൂർത്തീകരിച്ച് താങ്കളെ അവരുടെ മുൻപിൽ ദൈവം ഒരത്ഭുതമാക്കി, അടയാളമാക്കി ദൈവം നിശ്ചയമായും ഉയർത്തും. താങ്കളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. കർത്താവ് യേശു ക്രിസ്തു താങ്കൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം താങ്കളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഹന്നയുടെ കണ്ണുനീരിൻ്റെ മറുപടി അനുഗ്രഹിക്കപ്പെട്ട ശമൂവേലായിരുന്നു. ഹന്നയുടെ കണ്ണുനീർ കണ്ട ദൈവം മരുഭൂമിയിൽ പ്രതീക്ഷകൾ അസ്തമിച്ചു നിൽക്കുന്ന ഹാഗറും മരണത്തെ മുഖാമുഖമായി കണ്ട ബാലൻ്റെ നിലവിളി കേട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ചുവെങ്കിൽ ഓർക്കുക, താങ്കളുടെ കണ്ണുനീർ കണ്ട് നിലവിളി കേട്ട് കർത്താവ് നിശ്ചയമായി മറുപടി നൽകും. അതിനാൽ വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പദ്ധതിയുണ്ട്. ദൈവത്തിന് കഴിയാത്തതായി ഈ ലോകത്തിൽ യാതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം കാക്കുവാൻ കർത്താവ് വിശ്വസ്തൻ. എനിക്ക് വേണ്ടി സകലവും കർത്താവ് അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നിവർത്തിച്ചു തരുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയണം. കൈവിടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ നാം ഓരോരുത്തരും രുചിച്ചറിയുന്നത്. നാം പ്രതീക്ഷ വെച്ചവർ കൈവിടുമ്പോൾ, നാം പ്രതീക്ഷ വെച്ചവർ നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ മുൻപിൽ വെളിപ്പെടും. ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകും. സാഹചര്യത്തിൻ്റെ പ്രതികൂല നിമിത്തം ഭക്തനായ യോനയോട് കൂടെ യാത്ര ചെയ്തവർ ഭക്തനായ യോനയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കൂടെ യാത്ര ചെയ്തവർ കൈവിടപ്പെട്ട സാഹചര്യത്തിൽ ദൈവം ഭക്തനായ യോനയെ കൈവിടാതെ യോനയ്ക്ക് വേണ്ടി ഒരു മഹാമത്സ്യത്തെ ഒരുക്കി വിടുവിച്ചതുപോലെ പടകിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് നടന്നുപോയ പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താണപ്പോൾ കൂടെ പടകിലുണ്ടായിരുന്ന സഹശിഷ്യന്മാർ കൈപിടിച്ചുയർത്തുവാൻ കഴിയാതെ കൈവിട്ട സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം മുങ്ങിത്താഴാതെ കൈപിടിച്ച് പത്രോസിനെ മുന്നോട്ട് വഴി നടത്തിയെങ്കിൽ, കൈവിടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെ നാം ഇന്ന് കടന്നു പോവുകയാണെങ്കിൽ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ രുചിച്ചറിയുവാൻ വേണ്ടിയാണ്. പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞതുപോലെ കൈവിടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഭക്തനായ യോനയെ മത്സ്യം സംരക്ഷിച്ച് നിലവിലെത്തിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളും ദൈവത്തിൻ്റെ പ്രവൃത്തി രുചിച്ചറിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരടയാളമായി, ഒരത്ഭുതമായി ഈ കാലഘട്ടത്തിൽ താങ്കളുടെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കപ്പെടും. ചില വഴികൾ അടയുവാൻ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ വഴികൾ തുറക്കുന്ന കാലഘട്ടമുണ്ട്. നിന്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ മാനിക്കപ്പെടുന്നൊരു കാലഘട്ടമുണ്ട്. ദൈവം താങ്കളെ മാനിക്കുവാനായി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ ദൈവം സകലത്തെയും അതിൻ്റേതായ സമയത്ത് ഭംഗിയായി ചെയ്യും. താങ്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, എന്തെല്ലാം കഴിവുകളില്ല എങ്കിലും, ബലമില്ലെങ്കിലും കൃപയുണ്ടെങ്കിൽ അത് മതി. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസിനോട് വിളിച്ചു പറഞ്ഞതുപോലെ നാം വിളിച്ചു പറയണം, നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, ദൈവത്തിൻ്റെ ശക്തിയിലാകുന്നു. ബലമില്ലാത്തവന് മേൽ ബലം പകരുന്ന ദൈവം. വീഴ്ചയിലും താഴ്ചയിലും മനുഷ്യർ കണ്ട് മാറി നിൽക്കാം, മനുഷ്യർ തള്ളിക്കളയാം. എന്നാൽ വീഴ്ചയിലും കരം പിടിച്ചുയർത്തുന്ന ദൈവത്തെ നോക്കുക, ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുക. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ഉയർത്തും.
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരങ്ങളിൽ സകല വിഷയങ്ങളും കൊടുത്ത് വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി